അങ്ങാടിപ്പുറം കുറ്റിപ്പുറം FC ഗോഡൌണുകളിലേക്ക് അരിയെത്തുന്നില്ല. മലപ്പുറം ജില്ലയിലെ 3 താലൂക്കുകളിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. ജില്ലയിലെ അരിക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് FC ഗോഡൌണുകളിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്മശാനം സംരക്ഷണ സമിതി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രക്ഷോഭത്തിന് പിന്നിൽ ഹിന്ദു വികാരം മുതലെടുത്തുകൊണ്ടുള്ള വർഗീയവാദികളെന്ന് പ്രസിഡന്റ് KC മണികണ്ഠൻ. മണ്ണാർക്കാട് ഞെട്ടർക്കടവിലെ സംഘർഷം സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ചേർന്നു. BJPയും RSSും പങ്കെടുത്തില്ല. സർവകക്ഷി യോഗം അറിയിച്ചില്ലെന്ന് നേതാക്കൾ. നിയമപ്രശ്നങ്ങൾക്കും നീണ്ട കാത്തിരിപ്പിനുമൊടുവിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. 6 മാസത്തിനകം കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന് അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം FC ഗോഡൌണിൽ അരിയെത്തുന്നില്ല. പെരിന്തൽമണ്ണ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ 3 താലൂക്കുകളിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആവശ്യത്തിലധികം ഗോതമ്പ് മാത്രമാണ് ഇപ്പോൾ അങ്ങാടിപ്പുറം FC ഗോഡൌണിൽ എത്തുന്നത്. അതേസമയം അടുത്ത ആഴ്ച അരി വാഗണുകൾ എത്തുമെന്ന് FC അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണ, ഏറനാട്, നിലമ്പൂർ താലൂക്കുകളിലെ 1219 റേഷൻ കടകളിലേക്ക് അങ്ങാടിപ്പുറം FC ഗോഡൌണിൽ നിന്നുമാണ് അരി വിതരണം നടത്തുന്നത്. പെരിന്തൽമണ്ണ, ഏറനാട്, നിലമ്പൂർ താലൂക്കുകളിലെ 1219 റേഷൻ കടകളിലേക്ക് അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ നിന്നുമാണ് അരി വിതരണം നടത്തുന്നത്. ഇത്രയും റേഷൻ കടകളിലേക്ക് ഒരു മാസം അരി വിതരണം നടത്തണമെങ്കിൽ 6365 ടൺ അരി വേണം. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് 3500 ടൺ അരി വേറെയും വേണം. പുഴുങ്ങലരിയും പച്ചരിയും കൂടി ആകെ 1362 ടൺ അരി മാത്രമാണ് ഇപ്പോൾ അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ സ്റ്റോക്കുള്ളത്. എന്നാൽ ഇതിൽ പുഴുങ്ങലരി 70 ടൺ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ മാസം 20-നാണ് അങ്ങാടിപ്പുറത്ത് അവസാനമായി അരി എത്തിയത്. ഇതുവരെയും അരി വാഗൺ എത്താത്തതു കാരണം റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ആശങ്ക ഉയർന്നിരിക്കുകയാണിപ്പോൾ. എന്നാൽ അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ ഗോതമ്പ് ആവശ്യത്തിലധികം സ്റ്റോക്കുണ്ട്. വെള്ളിയാഴ്ച 1840 ടൺ ഗോതമ്പ് കൂടി ഗോഡൌണിൽ എത്തി. ഇതേസമയം വാഗണുകൾ ലഭ്യമാവാത്തതാണ് അരി വരാതിരിക്കാൻ കാരണമായി FCI അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത തിങ്കളാഴ്ചയോടെ കുറ്റിപ്പുറത്തേക്കും അങ്ങാടിപ്പുറത്തേക്കും അരി വാഗണുകൾ എത്തുമെന്ന് FCI അധികൃതർ അറിയിച്ചു. ഈ അരി വാഗണുകൾ എത്തിയാലും പെരിന്തൽമണ്ണ, ഏറനാട്, നിലമ്പൂർ താലൂക്കുകളിൽ അരിക്ഷാമത്തിന് പരിഹാരമാവില്ല. FCI ഗോഡൌണുകൾ അടച്ചുപൂട്ടരുത്, മലപ്പുറം ജില്ലയിലെ അരിക്ഷാമം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറം, കുറ്റിപ്പുറം FCI ഡിപ്പോകളിലേക്ക് മാർച്ച് നടത്തി. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം FCI ഗോഡൌണിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലയിലേക്ക് സമ്പൂർണ്ണമായി ദാനം ചെയ്യാനുള്ള ഇടപാടിന്റെ ഭാഗമായിട്ടാണ് കൂട്ടരെ ഈ കേരളത്തിലെ റേഷൻ സംവിധാനത്തിന്റെ വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് എന്താ പറയാ? കേരളത്തിലെ ഗവൺമെന്റ് ഓരോ പ്രശ്നം വരുമ്പോൾ ഓരോ ന്യായം പറയും. പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരുന്നു കേരളത്തിലെ പെട്രോളിന്റെ അധിക നികുതി ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോഴോ 2 or 3 തവണ അധിക നികുതി ഒഴിവാക്കി. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോഴുള്ള അധിക നികുതി ഒഴിവാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. FCI ചില്ലറ വ്യാപാര മേഖലയിൽ FCI പ്രഖ്യാപിച്ചപ്പോൾ കേരള ഗവൺമെന്റ് പറഞ്ഞു കേരളത്തിൽ അത് നടപ്പിലാക്കില്ല. ഇപ്പൊ എന്താ ഇന്ത്യയിൽ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യാപാരി വ്യവസായി സംഘടനകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ പുതിയ നിയമമനുസരിച്ച് ഗാട്ട് കരാർ വ്യവസ്ഥകളനുസരിച്ച് FCI അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായി അതിനെ തടഞ്ഞു നിർത്താനാവില്ല. ഒരു ജുഡീഷ്യൽ പ്രൊസീജിയറിലൂടെ അത് ഏത് മുതലാളിക്കും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥ ഉയർന്നു വന്നിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള നവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP അജയൻ, ട്രഷറർ V ജ്യോതിഷ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് P നൌഷാദ് എന്നിവർ സംസാരിച്ചു. കുറ്റിപ്പുറം FCI ഗോഡൌണിലേക്ക് നടത്തിയ മാർച്ച് CPM ജില്ലാ സെക്രട്ടറി അംഗം V സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്മശാനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. വിവിധ സംഘടനകളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം നവീകരിക്കണമെന്ന ദീർഘകാലമായുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് ശ്മശാനം സംരക്ഷണ സമിതി പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശ്മശാന വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്നാരോപിച്ചാണ് വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. BJPയുടെയും മറ്റ് ഹൈന്ദവ സാമുദായിക സംഘടനകളുടെയും പിന്തുണയോടെയായിരുന്നു സമരം. SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സ്റ്റേഡിയം കെട്ടാനോ മെഡിക്കൽ കോളേജ് പണിയാനോ അല്ലെങ്കിൽ അവിടെ സൗധങ്ങൾ പണിയാനൊന്നുമല്ല. നമ്മളുടെ ആവശ്യം
നമ്മളുടെ ഉച്ചവരെ മറവ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരെല്ലാം മറ്റു സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കാം, അവരെല്ലാം മറവ് ചെയ്യുന്ന ഭാഗത്ത് അത് ടൗണായാലും കുഴപ്പമില്ല, അതിന് ചുറ്റുഭാഗത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകളായാലും കുഴപ്പമില്ല, അതിന് ചുറ്റുഭാഗത്തും വീടുകളായാലും കുഴപ്പമില്ല, അത് ദേവാലയവും പള്ളിയുമായി മാറും. നമ്മളുടെ ഹിന്ദു സമൂഹത്തിലെ ഒരാളെ മറവ് ചെയ്താൽ ആ സ്ഥലം ഒന്നുകിൽ അതിന് നമ്മൾ പേര് പറയുന്നത് തന്നെ എന്താ, ശ്മശാനം, അല്ലെങ്കിൽ ചുടലൻ, അല്ലെങ്കിൽ ചുടലക്കാട്, അത്ര വിചിത്രമായ പേരുകൾ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല മുഖ്യപ്രഭാഷണം നടത്തി. ശ്മശാനം സംരക്ഷണ സമിതി ചെയർമാൻ VT വേണുഗോപാൽ, MP ചന്ദ്രമോഹൻ, RG പിള്ള, CB അശോകൻ, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം ശ്മശാനം വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ ഹിന്ദു വികാരം മുതലെടുത്തുകൊണ്ടുള്ള ഹിന്ദു വർഗീയവാദികളാണെന്ന് പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ പറഞ്ഞു. ഇത്തരം പ്രക്ഷോഭം കൊണ്ട് ശ്മശാനം വിഷയത്തിൽ ഒരു നേട്ടവും ഉണ്ടാകില്ല. സർക്കാർ അനുമതിയും ഫണ്ടും ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ശ്മശാനത്തിന്റെ നവീകരണം നടത്താനാവൂ എന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇത് നിരന്തരം സമീപിക്കുന്ന ആളുകളോട് അപ്പോഴൊക്കെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ നിരന്തരം അവരോട് പറഞ്ഞതാണ്. പക്ഷേ ഒരു ഹിന്ദു ഏകീകരണം, എല്ലാവരും ഹിന്ദു ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ശരിക്കും കൂടുതൽ ആവശ്യം ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ, ഞാനടക്കം എന്റെ കൂടി ആവശ്യമാണ് ഈ പൊതുശ്മശാനം ഇവിടെ വരുന്നത്. ഈ പൊതുശ്മശാനം വരുന്നതിന്റെ ഹിന്ദു വികാരം മുതലെടുത്തുകൊണ്ട് ചില ഹിന്ദു വർഗീയവാദികൾ ഇതിനെ ഒരു പ്രക്ഷോഭമാക്കിക്കൊണ്ട് പോവുകയാണ്. ഈ പ്രക്ഷോഭം കൊണ്ട് യാതൊരുവിധ പൊതുശ്മശാനം നവീകരിക്കുന്നതിന് നേട്ടമായിട്ടുള്ള ഒരു ചെറിയ പ്രോത്സാഹനം പോലും ഇതിനില്ല. ഇത് ഈ ശ്മശാനം നവീകരിക്കുന്നതിന് സർക്കാരിന്റെ പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങൾ സാധിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്. മണ്ണാർക്കാട്ടെ ഞെട്ടർക്കടവിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സർവകക്ഷി യോഗം ചേർന്നു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സർവകക്ഷി യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപാലകർ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ കോളശ്ശേരി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെന്റർ അംഗം TR സെബാസ്റ്റ്യൻ, KP മസൂദ്, AP ബാലകൃഷ്ണൻ, TA സലാം, KP ഹംസ തുടങ്ങിയവരും സംസാരിച്ചു. എന്നാൽ പ്രശ്നത്തിൽ ഉൾപ്പെട്ട RSS പ്രവർത്തകർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഞെട്ടർക്കടവിൽ നടന്ന സർവകക്ഷി യോഗം സമാധാനം നിലനിർത്താനല്ല, മറിച്ച് പ്രശ്നം സങ്കീർണമാക്കാനായിരുന്നുവെന്ന് BJP RSS പ്രവർത്തകർ പ്രതികരിച്ചു. തങ്ങളോട് പറയാതെയാണ് സർവകക്ഷി യോഗം വിളിച്ചതെന്നും നേതാക്കൾ മണ്ണാർക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. RSSന്റെ ശാഖാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് ഞെട്ടർക്കടവിലുണ്ടായത്. എന്നാൽ പ്രശ്നം രമ്യതയിലാക്കി സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന് അവകാശപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചേർന്ന് നടത്തിയ സർവകക്ഷി യോഗം സമാധാനം പുനഃസ്ഥാപിക്കാനല്ലെന്നും RSS BJP സംഘടനകൾക്ക് ഇത് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഞെട്ടർക്കടവില് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകര് ശാഖയെടുക്കുന്ന സമയത്ത് ശാഖയിൽ കയറി ആക്രമിക്കുകയും ശാഖാപ്രവർത്തനത്തെ അവിടെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തത് CPM കരുതിക്കൂട്ടി ചെയ്ത, ആസൂത്രിതമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. RSS BJP സംഘടനകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായ ജനകീയ പ്രതിരോധത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. BMS ജില്ലാ പ്രസിഡന്റ് KP സോമൻ, BJP മണ്ഡലം പ്രസിഡന്റ് B മനോജ്, RSS താലൂക്ക് സേവാ പ്രമുഖ് KV ഹരിദാസ്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് AP സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന്റെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. മെയ് മാസം ആദ്യവാരത്തോടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കി മെയ് മാസം ആദ്യവാരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നത്. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിലെ തിരുവാഴിയോടിനും മംഗലാകുന്നിനുമിടയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും കെട്ടിട നിർമ്മാണത്തിനാവശ്യമായി അനുവദിച്ച തുക അപര്യാപ്തമായതിനാലും സമീപവാസി നൽകിയ പരാതി കാരണത്താലും നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് 45 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും സ്വകാര്യ വ്യക്തി നൽകിയ പരാതി കോടതി തള്ളുകയും ചെയ്തതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചത്. പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് ഇതിനകം തന്നെ കുഴൽ കിണറും നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം ശോചനീയാവസ്ഥയിലാണുള്ളത്. വേണ്ടത്ര സൗകര്യങ്ങളും ഇവിടെയില്ല. ശ്രീകൃഷ്ണപുരം സ്റ്റേഷന് പുതിയ കെട്ടിടം
ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന വർഷങ്ങളോളമായുള്ള ആവശ്യം ഇതോടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തി മേൽക്കോടതിയെ സമീപിച്ചതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണം 8 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടത്തിവരുന്നതായി നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ KP ഷൌക്കത്ത് അലി ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. സ്റ്റേഷന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 8 മാസത്തിനുള്ളിൽ പണി തീർക്കാനായിരുന്നു കരാറുണ്ടായിരുന്നത്. ഏപ്രിൽ അവസാനത്തോടു കൂടിയിട്ട് പണി പൂർത്തിയാക്കുമെന്നാണ് കോൺട്രാക്ടർ അറിയിക്കുന്നത്. മെയ് ആദ്യ വാരത്തോടു കൂടിയിട്ട് പുതിയ പോലീസ് സ്റ്റേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ശ്രദ്ധിക്കുന്നത്. 8 മാസമാണ് കാലാവധി, കരാറിന്റെ കാലാവധി. അതിന് 2 മാസം കോടതി സ്റ്റേയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം പണിയെല്ലാം വളരെ അനുകൂലമായ വിധി കാരണം പണി നടക്കാൻ പറ്റുന്നുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നിയമസഭാ വിശേഷങ്ങളുമായി നമ്മുടെ ശബ്ദം. നമസ്കാരം. നമ്മുടെ MLA-മാർ നിയമസഭയിൽ എന്തെല്ലാം ചോദിച്ചു, അവയ്ക്ക് ലഭിച്ച മറുപടികൾ എന്തൊക്കെ, ഇവ പരിശോധിക്കുന്ന നമ്മുടെ ശബ്ദം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 13ാം നിയമസഭയുടെ 6ാം സമ്മേളനത്തിന്റെ 5ാം ദിവസം കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ, നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി എന്നിവരാണ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. കാർഷിക മേഖലയുടെ പുരോഗതിക്കായി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ ആലോചനയിലുണ്ടോ എന്ന വി ചെന്താമരാക്ഷന്റെ ചോദ്യത്തിന് കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഇങ്ങനെ മറുപടി നൽകി. ഭൂരിപക്ഷം ആളുകൾക്ക് വില കുറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വെച്ചാൽ ഉപഭോക്താക്കൾ വില കുറഞ്ഞ് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും? അതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഉൽപാദന വർധനവിലൂടെ മാത്രമേ കാർഷിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കണം. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ആരംഭിക്കണം. വിജ്ഞാനം വർദ്ധിപ്പിച്ച് കർഷകരെ ഈ മേഖലയിലേക്ക് സജീവമാക്കി നിലനിർത്തി പുതിയ യുവ സമൂഹത്തെ ഇതിലേക്ക് കൊണ്ടുവന്ന് വലിയ തോതിൽ ഉൽപാദനം ഉണ്ടാക്കി അതിന് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സർ, ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് സർ ഉൽപാദന ചെലവ് സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നതിന് ഉൽപാദന ചെലവ് പ്ലസ് 30% ആക്കിക്കൊണ്ട് സപ്പോർട്ട് പ്രൈസ് തീരുമാനിക്കുകയും അതിലൂടെ ഹോർട്ടികോർപ്പ് ഇത് സംഭരിക്കുകയും ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത്. അതിലൂടെ മാത്രമേ കർഷകനെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സർ ഈ കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ പുതിയൊരു പദ്ധതിയുമായി രൂപം കൊടുത്തത് കർഷക രക്ഷ ഭക്ഷ്യസുഭിക്ഷ എന്ന പേരിൽ. കർഷകനെ രക്ഷപ്പെടുത്താൽ മാത്രമേ ഭക്ഷ്യസുരക്ഷയുണ്ടാവുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷയിലൂടെ സുഭിക്ഷയിലേക്ക് കടക്കുക എന്നതാണ് ലക്ഷ്യം. സംഭരണ കേന്ദ്രങ്ങൾക്ക് നെല്ല് നൽകിയാൽ പണം കാത്തുകിടക്കേണ്ട ഗതികേടിലാണ് കർഷകരെന്നും പാലക്കാട് ജില്ലയിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ടെന്നും ഇതിന് പരിഹാരമുണ്ടോ എന്നുമായിരുന്നു M ഹംസയ്ക്ക് അറിയേണ്ടിയിരുന്നത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നെൽകൃഷിക്കാരെ ബാധിച്ച ഒരു പ്രശ്നമുണ്ട് സാർ. നെൽകൃഷിക്കാർ നെല്ല് സംഭരിച്ചു കഴിഞ്ഞ ശേഷം നെൽകൃഷിയുടെ പണം കിട്ടാത്തൊരവസ്ഥയുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം 73 കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് സാർ കണക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. സാർ, നെല്ല് വിതരണം ചെയ്ത് നെല്ല് കൊടുത്ത ശേഷം പണം കാത്തു കഴിയുന്ന നെൽകൃഷിക്കാർക്ക് ആ പണം പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കുമോ? സർ, ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ടാണ് സംഭരിക്കുന്നത്. നേരിട്ട് പണം കൊടുക്കാനുള്ള നടപടികൾ ആ സമയത്ത് തന്നെ കൊടുക്കണം എന്നതാണ്. കുറച്ച് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയോട് പറയുന്നു. കർഷക ചൂഷണം ഒഴിവാക്കാൻ ആരംഭിച്ച മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്ന ഷാഫി പറമ്പിലിന്റെ ചോദ്യത്തിന് സ്ഥലം ലഭ്യമാക്കിയാൽ ഇക്കാര്യം പരിഗണിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി. നഗരങ്ങളെപ്പോലെ തന്നെ ചെറിയ പട്ടണങ്ങളുടെ പുരോഗതിക്കായി ചെറുകിട പദ്ധതികൾ ആരംഭിക്കുമോ എന്ന KNA ഖാദറിന്റെ ചോദ്യത്തോട് നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഇങ്ങനെ പ്രതികരിച്ചു. നമുക്കിപ്പോ ചെറിയ പട്ടണത്തിലും വലിയ പട്ടണങ്ങളിലും ഇല്ല. കൊച്ചിയിൽ ഇതുവരെ നമുക്ക് ഇപ്പൊ ഈ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണെങ്കിൽ വെറും 5% മാത്രമേ ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരത്ത് അത് 30% ഉയരും. ഇപ്പോൾ വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ അടുത്ത ജനുവരി മാസത്തിൽ നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ 30% പിന്നെ വരും. മറ്റുള്ള പല പ്രദേശങ്ങളിലും നമുക്ക് ഇത് ഇല്ല സർ. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഒന്ന് ഇതേപോലുള്ള സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തന്നെയാണ്.
ജലജന്യ രോഗങ്ങളുടെ ഭീഷണി നേരിടുന്ന തീരദേശ നഗരങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് പദ്ധതിയുണ്ടോ എന്ന പി ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന് പൊന്നാനിക്ക് പ്രത്യേക പദ്ധതി തയ്യാറാക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഈ ജലജന്യ രോഗങ്ങളുടെ ഭീഷണി വലിയ തോതിൽ നേരിടുന്ന സ്ഥലങ്ങളാണ് ഈ തീരദേശ പ്രദേശങ്ങൾ. പ്രത്യേകിച്ചും വെള്ളം കെട്ടി നിൽക്കുന്നത് വളരെ കൂടുതലാണ്. ആവശ്യമായ ഓടകളില്ലാത്തതുകൊണ്ടും വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ തീരദേശ പ്രദേശങ്ങളിലെ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേകത്തിൽ എന്തെങ്കിലും സംവിധാനം ഗവൺമെന്റ് ആലോചിക്കും? ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. പൊന്നാനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ഒരു പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാം. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കാൻ എത്ര പേർക്ക് സർക്കാർ സബ്സിഡി നൽകിയെന്നും അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും സബ്സിഡി നൽകാനാകുമോ എന്നുമുള്ള പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിനും മന്ത്രി മറുപടി നൽകി. ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് 70% സബ്സിഡി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സബ്സിഡി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് എത്ര പേർക്ക് ഈ സബ്സിഡി കൊടുത്തിട്ടുണ്ട്? എന്റെ മണ്ഡലത്തിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 1200 പേർക്ക് ഇതിനകം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് സർ 14,000 അപേക്ഷ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ ഉറവിടങ്ങളിലെ മാലിന്യ സംസ്കരണം ഇതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. അതുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ സബ്സിഡി നൽകിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ തുക ഗവൺമെന്റ് അനുവദിക്കുമോ? ഇതില് ചോദിച്ചവർക്കൊക്കെ ആവശ്യമുള്ള പണം ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കോർപ്പറേഷനിൽ മറ്റുള്ള കണക്കുകളൊന്നും എന്റെ കയ്യിൽ ഇപ്പോഴില്ല. അങ്ങ് തലശ്ശേരിയിലെ കാര്യം ചോദിച്ചത് 5.71 കോടി രൂപ നമ്മുടെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പൈപ്പ് കമ്പോസ്റ്റിങ്ങിന് വേണ്ടി നൽകി. 1 ലക്ഷം പൈപ്പുകൾ കൊടുക്കണം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് വെറും 36,000 മാത്രമേ ഉള്ളൂ. അത് തന്നെ വളരെ ടൈം എടുത്തിട്ടാണ് ഇവിടെ നൽകിയത്. മറ്റുള്ള ഏതൊരു മുനിസിപ്പാലിറ്റി ഏതൊരു കോർപ്പറേഷൻ ആവശ്യപ്പെടുന്ന സംഖ്യകൾ മുഴുവനും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന്റെ മുനിസിപ്പാലിറ്റിയിൽ 2 കോടി രൂപയിലധികം വരുന്ന സംഖ്യയാണ് ഇപ്പം അത് കൊടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. ആരൊക്കെ എന്തൊക്കെ ആവശ്യപ്പെട്ടു അതിനനുസരിച്ചുള്ള പദ്ധതി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് അതിനുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ പ്രാവശ്യം ശുചിത്വ മിഷന്റെ ഈ സർക്കാരിന്റെ ബഡ്ജറ്റിൽ 200 കോടി രൂപ അതിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. നമ്മുടെ എംഎൽഎമാർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടികൾ എന്തൊക്കെയായിരുന്നു? ഇവ പരിശോധിക്കുന്ന നമ്മുടെ ശബ്ദത്തിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. നിയമസഭാ ചോദ്യോത്തരവേളയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മറ്റു വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം ഡിസംബർ 15-16 തീയതികളിലായി വിളയൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 15 ശനിയാഴ്ച രാവിലെ വിളയൂർ കുപ്പൂത്ത് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെയാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനത്തിന് തുടക്കമാവുക. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് കനൽ വഴികൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണും ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 16 വൈകിട്ട് യുവജന റാലിയും വിളയൂരിൽ പൊതുസമ്മേളനവും നടക്കും. എം പി രാജേഷ് എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. 15-ാം തീയതി കാലത്ത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സന്തോഷാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പിറ്റേ ദിവസം 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഊരാറ്റുപുഴയിൽ നിന്ന് റാലിയും വിളയൂർ സെന്ററിൽ പൊതുസമ്മേളനം നടത്തുന്നു. ആ പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എം പി രാജേഷ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി റജീന, സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ നാഥ് തുടങ്ങിയ സ്വാഗത സംഘം ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി വി ഗിരീഷ്, കെ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. KSKTU നേതൃത്വത്തിൽ നടക്കുന്ന ഭൂസംരക്ഷണ സമരത്തിന് മുന്നോടിയായി ഒറ്റപ്പാലത്ത് കാൽനട പ്രചരണ ജാഥ നടത്തി. ഭൂസംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണ ജാഥ. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന ഭൂസംരക്ഷണ സമരത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലത്ത് പ്രചരണ ജാഥ നടത്തിയത്. നഗരസഭയിലെ കണ്ണിയമ്പുറം, കളത്തുപറമ്പ്, മനക്കപ്പറമ്പ്, റെയിൽവേ സ്റ്റേഷൻ, പൂളയ്ക്കപ്പറമ്പ്, തോട്ടക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. വെള്ളിയാഴ്ച രാവിലെ കണ്ണിയമ്പുറം ലക്ഷം വീട് കോളനിയിൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച പ്രചരണ ജാഥ ഉച്ചയ്ക്ക് കുമ്മാമ്പാറയിൽ സമാപിച്ചു. ഭൂസംരക്ഷണ സമരസമിതി കൺവീനർ പ്രൊഫസർ എ ശിവരാമന്റെ നേതൃത്വത്തിലായിരുന്നു ജാഥ നടന്നത്. തോട്ടക്കരയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കരുണാകരൻ അധ്യക്ഷനായി. TP പ്രദീപ് കുമാർ, KP രാമരാജൻ, APM റഷീദ് എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കേന്ദ്രീകരിച്ച് രൂപം നൽകിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കേന്ദ്രീകരിച്ച് രൂപം നൽകിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സൊസൈറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചികിത്സാ വിദ്യാഭ്യാസ സഹായ ധനവും വിതരണം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി MT അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP ഹുസൈൻ, അഡ്വക്കേറ്റ് V മുഹമ്മദ് റഫീഖ്, PP ഇസ്മായിൽ, KN ഹാരിസ് എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ ഇടഞ്ഞ ആന പരിഭ്രാന്തി പരത്തി. നിലമ്പൂർ വൈലശ്ശേരിക്കാവ് കാളിദാസൻ എന്ന ആനയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ പാപ്പാന്മാരുമായി പിണങ്ങിയത്. ഏറെ നേരം റോഡരികിൽ നിന്ന ആന പിന്നീട് പുഴയിലേക്ക് ഇറങ്ങി. എന്നാൽ ആന ആളുകളെ ഉപദ്രവിക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല. രാത്രി വൈകിട്ടും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വെളിനേഴി സെന്ററിൽ പുതിയ നന്മ സ്റ്റോർ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡറേഷന്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നന്മ സ്റ്റോർ ആരംഭിച്ചത്. വെള്ളിഞ്ഞഴി കാന്തള്ളൂർ റോഡിൽ ആരംഭിച്ച നന്മ സ്റ്റോർ സൊസൈറ്റി പ്രസിഡന്റ് T ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ ചെറിയ സൊസൈറ്റികൾ നമ്മൾ തുടങ്ങിയിട്ട് ഈ സൊസൈറ്റി കൊല്ലം ആയിട്ടുള്ളൂ. ഈ കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് 7 ഇതുപോലെയുള്ള നന്മ സ്റ്റോർ തുടങ്ങുവാനും 5 നമ്മുടെ സ്വന്തമായിട്ട് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിപ്പിക്കുവാനും. ഗ്രാമപഞ്ചായത്ത് അംഗം ബീന അധ്യക്ഷത വഹിച്ചു. DCC അംഗം O വിജയകുമാർ ആദ്യ വിൽപ്പന നടത്തി. DCC അംഗം P സ്വാമിനാഥൻ, VK ഗോവിന്ദൻകുട്ടി, M ഗോവിന്ദൻകുട്ടി, മഹിളാ കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P ലീല, ബിജു, K അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നന്മ സ്റ്റോർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുണ്ടക്കോട്ടുകുറിശി സ്വദേശി ജയവിശാഖന്റെ പുതിയ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നു. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എന്ന കവിതാ സമാഹാരം ഡിസംബർ 25-ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്യും. രക്തസാക്ഷിയാകുവാൻ എളുപ്പമാണ്. ഇക്കാലത്ത് രക്തസാക്ഷിയാകുവാൻ എളുപ്പമാണ്. ഒരു ബോംബേറിൽ ചിതറിത്തെറിക്കാം, ഒരു വാൾമുനയിൽ പിടഞ്ഞു തീരാം. ചിലപ്പോൾ ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്താലും രക്തസാക്ഷിയാകും. ഭൂതകാലത്തിന്റെ നിറമാർന്ന ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടും വർത്തമാനത്തിന്റെ രൗദ്രതയോർത്ത് സഹതപിച്ചുകൊണ്ടുമുള്ള ജയവിശാഖന്റെ 3ാമത് കവിതാ സമാഹാരമാണ് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരിയായ അനിത നായരുടെ നാട്ടിൽ നിന്നുള്ള ജയവിശാഖനും എഴുത്തിന്റെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുകയാണ്. 1992 സിദ്ധാർത്ഥനും കാശിയിലെ വേശ്യകളും എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. വേനൽ എന്ന കവിതയും ചിത എന്ന പേരിൽ ചെറുകഥാ സമാഹാരവും പിന്നീട് പുറത്തിറങ്ങി. കലാദർപ്പണം പുരസ്കാരവും പൂമുഖം കലാസാഹിത്യവേദിയുടെ 1ാമത് കവിതാ പുരസ്കാരവും ജയവിശാഖനെ തേടിയെത്തി. കവിത ഒരു തണുപ്പാണെന്നും അകംപൊള്ളി ചുട്ടുനീറുമ്പോൾ അത് തന്നെ സാന്ത്വനിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ജയവിശാഖൻ എന്ന കവിയുടെ ഭാഷ്യം. ഒരു എഴുത്തുകാരൻ എന്നുള്ള മേൽവിലാസമൊന്നും എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എന്റെ പുസ്തകങ്ങളിൽ പലപ്പോഴും ഞാൻ നേരിട്ട് കാണുന്ന പല കാര്യങ്ങൾ, അതുപോലെ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ നാട്ടിലുള്ള ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്വകാര്യമായിട്ട് ഞാനത് എഴുതി വെക്കാറുണ്ട്. അത് പിന്നീട് കവിതയാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഇനിയിപ്പോൾ 25-ാം തീയതി പ്രകാശനം ചെയ്യാൻ പോകുന്ന ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എന്നുള്ള കവിതാ സമാഹാരം. ഇതിന്റെ 4ാമത്തെ പുസ്തകമാണ്. അഗ്രശാലയും വിഷവൈദ്യനും കാലം ഗണിക്കാൻ രാശിപ്പണിക്കരുമുള്ള തന്റെ ഗ്രാമം ഒരിക്കലും പറ്റാത്ത പുഴയാണെന്ന് പറഞ്ഞ് കവി അഭിമാനം കൊള്ളുകയാണ് ഗ്രാമം എന്ന കവിതയിലൂടെ. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എന്ന കവിതയും ശ്രദ്ധേയമാണ്. കൽക്കരി തീവണ്ടിയിൽ വാടാനാംകുറിശി വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകൾ പിന്നിട്ട് മുളയങ്കാവ് കാളവേലയുടെ ആർപ്പുവിളികളും കേട്ട് ഏലംകുളത്തിന്റെ ചുവന്ന സിഗ്നലിനെ മാനിച്ച് പൂന്താനത്തോട് സല്ലപിച്ച് ഒറ്റത്തേക്കിന്റെ തലയെടുപ്പോടെ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് കവി ഒരു സ്വപ്നയാത്ര നടത്തുകയാണ് ഈ കവിതയിലൂടെ. ആനുകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചും രക്തസാക്ഷിയാകുവാൻ എളുപ്പമാണെന്ന കവിതയിലൂടെ കവി സംവദിക്കുന്നുണ്ട്. ചിലപ്പോൾ ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്താലും രക്തസാക്ഷിയാകും. ഏറ്റെടുക്കാനും വാഴ്ത്താനും പ്രത്യയ ശാസ്ത്രങ്ങളും കവികളും മാധ്യമങ്ങളും മത്സരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ കണ്ണുകൾ നിറയും. ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കും. പാർട്ടി പതാക കൊണ്ട് ശവപ്പെട്ടി അലങ്കരിക്കും. കൂട്ടക്കരച്ചിലിൽ പ്രിയതമയുടെ വിങ്ങലുകൾ മുങ്ങിപ്പോകും. വിലാപയാത്രയെ ആയിരങ്ങൾ ആഘോഷമാക്കും. അനുശോചന യോഗത്തിൽ എതിരാളികൾ പോലും നല്ല വാക്ക് പറയും. എന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ
ജീവൻ മരണ പോരാട്ടം നടത്തുന്നവർ ഒരു ജീവിതം മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ബലി നൽകിയാലും രക്തസാക്ഷിയാകും. നന്മ നിറഞ്ഞ നല്ല ഓർമ്മകളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ജയവിശാഖൻ എന്ന കവി എഴുത്തിന്റെ ലോകത്തിലൂടെ തന്റെ പ്രയാണം തുടരുകയാണ്. ജീവിതത്തിലും പന്തയങ്ങളിലും തോറ്റുപോയ തനിക്ക് ദൈവം നൽകിയ കാരുണ്യമാണ് കവിതയെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കാരുണ്യത്തെ നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് ഒറ്റപ്പാലം ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ നൃത്ത സംഗീതോത്സവത്തിലെ രണ്ടാം നാൾ സംഗീത സാന്ദ്രമായി. ഒഡീസിയുടെയും ഹിന്ദുസ്ഥാനിയുടെയും മാധുര്യം കാണികൾക്ക് ആവേശമായി. ബാംഗ്ലൂരിലെ പണ്ഡിറ്റ് ദത്താത്രേയ വലൻകർ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയും മൊണോലിസ ഘോഷിന്റെ നൃത്തച്ചുവടുകളും സംഗീത നൃത്തോത്സവത്തിന്റെ രണ്ടാം നാളിനെ ധന്യമാക്കി. പണ്ഡിറ്റ് ശുഭാങ്കർ ചാറ്റർജി, പണ്ഡിറ്റ് ജനാർദ്ദനൻ ഘോഷ്, നിർമ്മൽ നായിക്, രഘുനാഥ്, അമിത് ബിഗ്വസ് എന്നിവർ ഒഡീസിക്ക് പിന്നണിയൊരുക്കി. സുഖിൻ നായിക്, മധുസുദർശൻ ഭട്ട്, സോംജിത് ലാൽ, അരവിന്ദ് എന്നിവർ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിക്കും പിന്നണിയിൽ പ്രവർത്തിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ജി രാമനാഥന്റെ സാക്സോഫോൺ കച്ചേരിയും പത്മജ സുരേഷിന്റെ ഭരതനാട്യവും അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്ങാടിപ്പുറം, കുറ്റിപ്പുറം FCI ഗോഡൌണുകളിലേക്ക് അരിയെത്തുന്നില്ല. മലപ്പുറം ജില്ലയിലെ 3 താലൂക്കുകളിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. ജില്ലയിലെ അരിക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് FCI ഗോഡൌണുകളിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്മശാനം സംരക്ഷണ സമിതി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രക്ഷോഭത്തിന് പിന്നിൽ ഹിന്ദു വികാരം മുതലെടുത്തുകൊണ്ടുള്ള വർഗീയവാദികളെന്ന പ്രസിഡന്റ് KC മണികണ്ഠൻ. മണ്ണാർക്കാട് ഞെട്ടർക്കടവിലെ സംഘർഷം, സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ചേർന്നു. BJPയും RSSും പങ്കെടുത്തില്ല. സർവകക്ഷി യോഗം അറിയിച്ചില്ലെന്ന് നേതാക്കൾ. നിയമപ്രശ്നങ്ങൾക്കും നീണ്ട കാത്തിരിപ്പിനുമൊടുവിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. 6 മാസത്തിനകം കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന് അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.